ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇത് നമുക്കുള്ള തെമ്മല പോണ റൂട്ടാണ് കേട്ടോ. തെമ്മല, ആര്യങ്കാവ്, തമിഴ്നാട് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഇവിടെ നിന്ന് കൊല്ലത്തുള്ള അല്ലെങ്കിൽ മടത്തറ, കടയ്ക്കൽ ഒക്കെ ഉള്ള ആൾക്കാർ ഏറ്റവും നല്ല രീതിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമുള്ള വഴിയാണിത്. അപ്പോൾ ഇതുവഴി ചെങ്കോട്ട, ആര്യങ്കാവ് അങ്ങനെ കയറി പോകുന്ന റോഡാണിത്. പക്ഷേ ഇതിലേ പോയി കഴിഞ്ഞാൽ തെമ്മല, അതായത് നമുക്ക് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ, അതായത് നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം കയറിക്കൊണ്ടിരിക്കേണ്ട ഒരുപാട് സ്ഥലം തെമ്മലയിലുണ്ട്. അതായത് ഒരു സ്ഥലം മാത്രമല്ല തെമ്മലയിലുള്ളത്, ഒരുപാട് എക്കോ ടൂറിസം തന്നെ ഒരു 3-4-5 എല്ലാം ഇപ്പോൾ എക്കോ ടൂറിസം ആയി സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഇത് ഡാമിൻ്റെ ഒരു വാക്കാണ് കേട്ടോ. ഒരു വാക്കിൽ അണ കെട്ടിയിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ അണ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒഴുക്കൊന്നും വലുതായിട്ടില്ല, കാരണം ഒഴുക്കി വിടുന്നില്ല ഇവിടുത്തെ വെള്ളം. ഈ വെള്ളമൊക്കെ തിരിച്ച് മറുവാക്കി കൂടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് ഈ വെള്ളം അണ കെട്ടിയിരിക്കുന്നത് ഈ ഡാമിൻ്റെ മറുവാക്കാണ് കേട്ടോ. ഒരു സൈഡ് മറുവാക്കല്ല, സൈഡാണ് ഒരു സൈഡ്. അപ്പോൾ ഇത് എക്കോ ടൂറിസമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് നടന്ന് കാണാൻ കയറിപ്പോവാൻ വണ്ടിയൊന്നും മേലോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ എന്നിട്ട് തന്നെ എന്തോരം തിരക്കാന്നുണ്ടോ ഓരോ ദിവസവും. എല്ലാ ദിവസമൊന്നും ഇല്ല, ഞായറാഴ്ച ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ അവധി ദിവസങ്ങൾ, ഓണം, അങ്ങനെയുള്ള ഓരോ അവധി ദിവസങ്ങളും ഓരോ സംഭവങ്ങളൊക്കെ ഉള്ള ആ ദിവസങ്ങളിലാണ് തോനെ തിരക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മേലെന്ന് ഇവിടെ നിന്നിട്ട് ഈ ഒരു സൈഡ് ഈ വെള്ളമാണ്, ആ വെള്ളം അണ കെട്ടി നിർത്തിയിരിക്കുന്ന സംഭവമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതേപോലെ നല്ല പച്ചപ്പും പരിതാപം അങ്ങനെയുള്ള സംഭവം എന്താണ് അതൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ കണ്ട വള്ളം, മറ്റേ എന്തിനാണ് വല്ലം പോലുള്ള ബോട്ടിങ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ അങ്ങനെ കൊണ്ടുപോകും. അതിന് ഒരാളിന് അല്ല, ഒരു വെള്ളത്തിനകത്ത് 4 പേർക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ആ 4 പേർക്ക് കൂടെ 500 ചില്ലറ രൂപ, 501 500 രൂപ തന്നെ. അതിൽ 1-2 വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ പോയി തിരക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അപ്പം അവിടെ ചെന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത് ബോട്ടിങ്ങും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പല ഐറ്റം സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാണ് കണ്ട. സ്റ്റേ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കിയില്ല. നമ്മൾ ആ വള്ളത്തിൽ കയറി, അതായത് ആ വല്ലത്തിൽ കയറി നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയപ്പോഴത്തേക്ക് 4 പേർക്ക് 500 രൂപ വെച്ചിട്ട്. അപ്പോൾ നമ്മളെ ടീം ഒരുപാട് പേരുണ്ട്, നമ്മൾ 4 വണ്ടിയിൽ പോയതാണ്. അപ്പം ഒരുപാട് ടീം ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അതങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് എങ്ങോട്ട് പോകാമെന്നുള്ളത് അവിടെ നിന്ന് എല്ലാവരും കൂടെ തീരുമാനം എടുത്തിട്ടാണ്. എന്നെങ്കിൽ അമ്പനാട് എസ്റ്റേറ്റ് ആകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, അല്ലാതെ നമുക്ക് അഡ്വഞ്ചർ അങ്ങനെയുള്ള പാർക്കും ബാക്കിയുള്ളതൊന്നും അല്ല. അല്ലാതെ നമുക്ക് ഒത്തിരി ദൂരം യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഒത്തിരി നല്ല ഹിൽ സ്റ്റേഷൻ്റെ പരിധിയാണെന്നുള്ള ഒരിത് അറിഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ, ഈ കാണുന്നതെന്ന് പറയുമ്പം തെമ്മല എക്കോ ടൂറിസത്തിൻ്റെ വേറൊരു വേർഷനാണ്, വേറൊരു സംഭവമാണ്. വേറെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇതും ഇവിടെ ഉണ്ട്, ബോട്ടിങ്ങും അതുപോലെ പല ഐറ്റം സംഭവങ്ങളും, അഡ്വഞ്ചർ പാർക്കും, അങ്ങനെ ഒരുപാട് അക്വേറിയം അതും ഇതും ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കണ്ടാവത്ത ഒരുപാട് തിരക്കാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡാണ് നമ്മൾ തെമ്മല ഈ വരുന്നതും അമ്പനാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണമെങ്കിലും, അതുപോലെ തന്നെ ആര്യങ്കാവ് പോകണമെങ്കിലും, അതുപോലെ പാലരുവി പോണതും എല്ലാം ഈ ഒരു റൂട്ടാണ് എല്ലാവരും പോണത്. അതുപോലെ പിന്നെ തെമ്മല വഴിയുള്ള നമ്മളെ ആര്യങ്കാവ് വഴി ചെങ്കോട്ട, അതുപോലെ തന്നെ തെങ്കാശി, അതുപോലെ തമിഴ്നാട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുവഴിയാണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താണ് ഇതിൻ്റെ ഡാമിൽ നിന്നുള്ള വെള്ളം വരുന്ന ആ ഭാഗം കാണാൻ പറ്റും, അങ്ങോട്ട് നോക്കിയാൽ മതി. ഇപ്പം വെള്ളം തുറന്നു വിട്ടേക്കുന്ന സമയമല്ല, അല്ലാതെ മറ്റേ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ടില്ലേ, ആ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുവാണ് ഇങ്ങോട്ട്. അപ്പോൾ എന്നിട്ട് ഇവിടെ വലത്ത് സൈഡിന് അതും എക്കോ ടൂറിസത്തിൻ്റെ ഒരു പദ്ധതിയാണ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലും ഉണ്ട് പാർക്ക്. അപ്പോൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ പുനലൂർ പോകാൻ വേണ്ടിയിട്ടുള്ള റോഡാണ്. പുനലൂരിൽ നിന്ന് വരുന്നവരും ഇങ്ങനെ ഇവിടെ വന്ന് പാസ് ചെയ്താണ് പോണത്. അപ്പം ഈ കാണുന്നതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ
അക്വേറിയം ഒക്കെ ഉണ്ട്. അക്വേറിയം ഇവിടെ ഒരുപാട് നമ്മൾ ഇവിടെ കാണാൻ വേണ്ടി നിൽക്കാതെ നമ്മൾ വിട്ട് അമ്പനാട് എന്നുള്ളൊരു ചിന്തയിൽ പോകണോണ്ടാണ് നമ്മൾ ഇവിടെ എങ്ങും നിൽക്കാതെ പോകുന്നത്. അപ്പം ഉണ്ട് ഇവിടെ അത് കോഫി അങ്ങനെ കണ്ടായിരുന്നു സംഭവം. കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അതും ഈ കാടിനുള്ളിലുള്ള ആ ഒരു വൈബ് ഉണ്ടല്ലോ, ആ കിളികളുടെ ശബ്ദങ്ങളും അതും ഇതും ഒക്കെ ആയിട്ട് നല്ല ഒരു വൈബാണ്. അപ്പം ഇതുകൊണ്ട് അവിടം തൊട്ടം കണ്ടായിരുന്നു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അല്ല, അവിടെ അല്ല, കുറച്ചുകൂടെ മുന്നേ തന്നെ. അപ്പം എന്താണ്ടേ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഒരുപാട് കണ്ടോ ഈ ഒരു സംഭവം ഇവിടെയും എന്തുകൊണ്ട് ഇക്കോ ടൂറിസം പദ്ധതി പ്രകാരമുള്ള അവിടെയും ഒരുപാട് ആൾക്കാർ വന്ന് അവിടെ ടിക്കറ്റൊക്കെ കൗണ്ടറൊക്കെ ഉണ്ട്. പൈസ ഉള്ളവരൊക്കെ പോയാൽ കാണാനൊക്കെ പറ്റും. പിന്നെ നമ്മളിത് നേരെ വെച്ച് പിടിക്കുന്ന അമ്പനാട് എസ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് തെമ്മല പള്ളിയാണ്. അവിടെ പള്ളിയുടെ അടുത്ത് നമ്മൾ നിർത്തി വല്ല വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതുവഴിയാണ് പോകുമ്പോഴത്തേക്ക് മറ്റേ ചെങ്കോട്ട അല്ലല്ല മറ്റേ എന്തിനാണ് കണ്ണാറപ്പാലം, 13 കണ്ണാറപ്പാലം, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഈ റൂട്ട് പോകുമ്പോൾ ഉണ്ട്. ഈ മലകളാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സംഭവം. ഇവിടെ കുളത്തൂപ്പുഴ മടത്തറ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡിൽ കൂടുതലും കാണുന്നത് മലനിരകളാണ്. മലനിരകൾ ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു സ്പോട്ടും അതുപോലെ തന്നെ വണ്ടിയൊക്കെ ഓടിക്കാൻ പിന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ നല്ല വളവുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്കും നല്ല ഒരു അന്തരീക്ഷമാണ്. പിന്നെ ഇതിലൂടെ ട്രെയിൻ ഉണ്ട് കേട്ടോ. ഇടത് സൈഡിലൂടെ പോകുമ്പം ട്രെയിന് ചെങ്കോട്ട പോകുന്ന ട്രെയിൻ ഇതുവഴിയാണ് പോകുന്നത്. ഇവിടെയൊക്കെ നിർത്തുമോ എന്തോ അതെനിക്കറിയത്തില്ല. നമ്മൾ പോയ വഴിയിൽ നമ്മൾ കണ്ടായിരുന്നു ട്രെയിൻ പോകുന്നത്. പിന്നെ ഇനി എന്താ പറയുക, കുറെ നേരം കൊണ്ട് പറഞ്ഞു മടുത്തു. ഇനി എന്തൊരു പറയൂന്ന് അറിയാൻ വയ്യ. അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടോളൂ ഇനി അങ്ങോട്ട്. ഇവിടെ നമ്മൾ ബ്ലോക്കിൽ പെട്ട കേട്ടോ. ബ്ലോക്കാണ് അത്. കണ്ണാറപ്പാലം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ബ്ലോക്കിലായിരുന്നു. ബ്ലോക്കിൽ ഇങ്ങനെ പോവുകയാണ് കണ്ണാറപ്പാലം. പക്ഷെ അവിടെ പണി നടക്കുകയാണ്. തറയിൽ നോക്കിയാൽ മനസ്സിലാവും അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ണറപ്പാലം ഇതിൻ്റെ മുകളിലൂടെ ആയിരിക്കും ട്രെയിൻ പോകണമെന്ന് തോന്നണം. ഇതായിരിക്കും പാലം വെച്ചേക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ. 13 കണ്ണറപ്പാലം എന്നാണ് പറയപ്പെടുന്നത്. അവിടെയൊക്കെ ഓരോ വണ്ടിയൊക്കെ കയറ്റി നിർത്തി ഇടാനുള്ള സ്ഥലമുണ്ട് ഈ കണ്ണറപ്പാലത്തിലേക്ക്. ഇവിടെയാണ് ഗോസ്ല പണി നടക്കുവാണ് റോഡിന്റെ. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും. ചീത്തയൊന്നും വിളിക്കല്ലേ കേട്ടോ, അറിഞ്ഞൂടാതെ പണികൾക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആര് ചീത്തയൊന്നും വിളിച്ച് പരീക്ഷിച്ച് കളയില്ല. പിന്നെ അടുത്ത അടിപൊളി നല്ല മലകളും കുന്നുകളും ചെരുവുകളും ഒക്കെ ആയിട്ടുള്ള നല്ല സ്ഥലങ്ങളാണ്. എൻ്റെ ഫോൺ കൊണ്ട് ഞാൻ ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരായേനെ. അപ്പം എനിക്ക് ക്യാമറ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫോൺ കൊണ്ടാണ് എടുക്കുന്നത്. പൊരുത്തപ്പെടുക.